ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റത്തിൻ്റെയാണ്. ഗോതമ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്കും കറിയൊന്നും ആവശ്യമില്ല, ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിലോ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായിട്ട് പോകണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനിയൊരു ബോൾസ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഷേപ്പിലാണ് കേട്ടോ അത് കിട്ടുന്നത്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഒന്നും കൂടെ സിമ്പിളാണ്, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ സിമ്പിളാണ്. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഏകദേശം തിളച്ച് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും വെള്ളത്തിലേക്ക് കിടന്ന് വെന്ത് വരുന്ന സമയത്ത് എല്ലാതും വേറിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാതും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട. പിന്നെ ഇതുപോലെ വേവിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ഇത് അലിഞ്ഞു പോകുന്നില്ല കേട്ടോ, കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി ഇതുപോലെ ഒരു അരിപ്പയിലേക്കൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം, പച്ചവെള്ളം ഒന്ന് ഒഴിച്ച് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ളൊരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 സവാള, അത്യാവശ്യം വലുപ്പത്തിലുള്ള 1.5 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതാണെങ്കിൽ 2 സവാള തന്നെ എടുക്കാം കേട്ടോ. പിന്നെ കൂടെ തന്നെ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, സവാള മാത്രമായാലും കുഴപ്പമില്ല. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് നല്ല സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടി പോകണ്ട കേട്ടോ, ചെറിയൊരു തക്കാളി മതിയാവും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഗരം മസാല കയ്യിലുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് ആ ഒരു മസാലയുടെ പച്ചമണക്ക് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പിൻ്റെ ആ ഒരു പീസുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ മിക്സാക്കി എടുത്തതിന് ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കുറച്ച് സമയം അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ആ ഒരു മസാലയ്ക്ക് ഈ ഒരു ഗോതമ്പിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും, ഇല്ലെങ്കിൽ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോതമ്പിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരു മസാല പിടിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്നും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.